പുല്ലങ്കോട് എസ്റ്റേറ്റ് റബ്ബർ എസ്റ്റേറ്റ് നടത്തി വരുന്ന മലിനീകരണത്തിനെതിരെ സേവ് പുല്ലങ്കോട് ഫോറം നടത്തുന്ന ശക്തമായ ഒരു ജനകീയ സമരത്തെ കുറിച്ച് അറിയിക്കാനാണ് ഇന്നിവിടെ ഒരു സമ്മേളനം കൂടിയിട്ടുള്ളത്. ഫാക്ടറിയിൽ നിന്ന് പുറന്തള്ളുന്ന മാരകമായ രാസമാലിന്യങ്ങൾ കാരണം ഇവിടുത്തെ വായു, പുല്ലങ്കോട് പ്രദേശത്തെ വായുവും അതേപോലെ വെള്ളം പൂർണ്ണമായി വിഷം കലർന്നിരിക്കുകയാണ്. അപ്പോ ഇത് പുല്ലങ്കോട് പ്രദേശത്തു നിന്ന് തുടങ്ങി പോകുന്ന ആ തോട് കല്ലാമൂല പുഴയിലോട്ടാണ് പോകുന്നത്. ആ കല്ലാമൂല പോകുന്ന ആ ഓരങ്ങളിലുള്ള മുഴുവൻ ജനങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇത് പ്രദേശവാസികളുടെ ഒരു ജീവൻ തന്നെ ഭീഷണിയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി, മലിനീകരണ നിയന്ത്രണ ബോർഡ്, ആരോഗ്യ വകുപ്പ് എന്നിവ പല തവണ മുന്നറിയിപ്പ് പുല്ലങ്കോട് എസ്റ്റേറ്റിന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവ ഒന്നും തന്നെ പുല്ലങ്കോട് എസ്റ്റേറ്റ് ഇതുവരെ നടപ്പിലാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പുല്ലങ്കോടിന്റെ ഈ ചുറ്റുമുള്ള പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും അണിനിരക്കുന്ന ഒരു പ്രക്ഷോഭം തന്നെ തുടക്കം കുറിക്കാനുള്ള കാരണം ഇത് തന്നെയാണ്. ഇപ്പോ 2019 ആദ്യമായിട്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലും പഞ്ചായത്തിലും SP ഓഫീസിലും ഇതിനെതിരെ പരാതി നൽകിയിരുന്നു. എന്നാൽ ഇതിനെതിരെ ഒരു നടപടി ഒന്നും കാണാത്തത് കൊണ്ട് തന്നെ ഹൈക്കോർട്ടില് 16/9/2020 ഹൈക്കോടതിയിൽ ഇതിനെതിരെ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിരുന്നു. അപ്പൊ അന്ന് ഹൈക്കോടതി മലപ്പുറം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ സൈറ്റ് ഇൻസ്പെക്ഷൻ നടത്താൻ പറഞ്ഞു. അങ്ങനെ 5/10/2020 ഇത് സൈറ്റ് ഇൻസ്പെക്ഷൻ നടത്തി അന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പുല്ലങ്കോട് എസ്റ്റേറ്റിന് കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു. ഒരു 9 ഇനം നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു. അത് ഒന്നുപോലും ഇന്നേ വരെ പുല്ലങ്കോട് എസ്റ്റേറ്റ് നടപ്പിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് പുല്ലങ്കോട് വെച്ചിട്ട് ഒരു ബഹുജന പ്രക്ഷോഭം നടക്കുകയാണ്. അതായത് ഇത് കൃത്യമായിട്ട്, ശുദ്ധമായ വായു ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, ശുദ്ധമായ ജലം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ശക്തമായിട്ട് ജനങ്ങളെല്ലാം ഒന്നടങ്കം ശക്തമായിട്ട് അതിനെ പ്രവർത്തിക്കുകയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ശനിയാഴ്ച നടക്കുന്ന ഈ പ്രോഗ്രാം. മുഴുവൻ ജനങ്ങളും അതിൽ അണിനിരക്കും. അതുപോലെ സന്നദ്ധ സംഘടനകളുടെ പ്രതിനിധികള്, അങ്ങനെ മുഴുവൻ ആളുകൾ രാഷ്ട്രീയ പ്രവർത്തകര്, മുഴുവൻ ആളുകൾ അതിലന്ന് പങ്കെടുക്കുന്നുണ്ട്. അതായത് ആ പുല്ലങ്കോട് എസ്റ്റേറ്റിൽ നിൽക്കുന്ന ജനവാസ മേഖലയിലുള്ള ഫാക്ടറി അവിടെ നിന്ന് മാറ്റി ജനവാസ മേഖലയല്ലാത്ത ഒരു മേഖലയിലോട്ട് മാറ്റി സ്ഥാപിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. അത് മാറ്റാതെ ഒരിക്കലും തന്നെ അവിടെ നിന്ന് എന്ത് ചെയ്യില്ല, ഈ ഒരു മലിനീകരണം നമുക്ക് നഷ്ടപ്പെടുന്നില്ല. അതായത് മലിനീകരണം എന്ത് ചെയ്യണം, നമുക്ക് മാറണം. അപ്പൊ അത് മാറുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഫാക്ടറി പുല്ലങ്കോട് പ്രദേശം ജനവാസ മേഖലയിൽ നിന്ന് നമുക്ക് മാറ്റിയേ തീരൂ. അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് എസ്റ്റേറ്റ് സ്വീകരിക്കേണ്ടത്.